സ്നേഹമെന്നൊരു വാക്ക് നിന്റെ മനസ്സിലും, മോഹമെന്നൊരു വാക്ക് നിന്റെ കിനാവിലും, അമ്മയെന്നൊരു വാക്ക് നിന്റെ കൃത്തിലും, നന്മയും നിന്നിൽ വിടരുവാൻ കൊതിക്കുന്നു. പാടം പാടം പേണാട്ടു പാടം എൻ മുത്തച്ഛൻ്റെ പാടം. പാടം പാടം പേണാട്ടു പാടം എൻ മുത്തച്ഛൻ്റെ പാടം. മുത്തച്ഛനുള്ളപ്പോൾ ഈ പാടത്ത് ഇത് പൂകൃഷി ഉള്ള കാലം. മുത്തച്ഛനുള്ളപ്പോൾ ഈ പാടത്ത് ഇത് പൂകൃഷി ഉള്ള കാലം. പാടം പാടം പേണാട്ടു പാടം എൻ മുത്തച്ഛൻ്റെ പാടം. സ്നേഹാലയ പെരുമ്പാവൂരിന്റെ ആഭിമുഖ്യത്തിൽ കവിത ഗാനാലാപന മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങളും വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും നൽകി. ചടങ്ങ് എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളെല്ലാവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ എല്ലാ മതസ്ഥരോടും നമുക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ട്. ഏത് മതസ്ഥൻ ഏത് ദേവാലയത്തിലോ മസ്ജിദിലോ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ ചെന്നാലും അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ പഠിച്ച പ്രാർത്ഥനകളാണ്. ഒരു ദേവാലയത്തിൽ പോയി ക്രിസ്തുവിൻ്റെ രൂപത്തിൽ നിന്ന് ഒരു ഹൈന്ദവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രിസ്തു കൃഷ്ണനായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം ഞാൻ പറയുന്നത്, ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മൾ വയ്ക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പാവപ്പെട്ട ആളുകളെയും സാധുക്കളെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം. പല കാര്യങ്ങളും നമുക്ക് വളരെ ചെറുതെന്ന് തോന്നും. പല പല ചെറിയ കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ അതൊരു വലിയ കാര്യമാകും തീരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ടോണി ശമാശൻ. കൊക്കു വരണ്ടുപോയി വറ്റി വരണ്ടൊരു കൊച്ചുകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഞാനില്ല, വറ്റി വരണ്ടൊരു മനസ്സിൻ്റെ ചുഴിയിൽ ഇത്തിരി മീനും പൊടിമീനുമില്ല, കുട്ടികൾ പാടുന്നു കരയുന്നു പൂക്കാലം എങ്ങും നിന്നും എത്തി മറന്നു. ഓരോ ദിവസവും ഒരു കവിത എഴുതാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അന്നുണ്ടായിരുന്നു. ഇന്നും അതിനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ കവിതകൾ എഴുതുന്നതും ചൊല്ലുന്നതും ഒക്കെ പലരും പലരെയും വ്യാഖ്യാനിക്കും. നമ്മൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ കുട്ടികളുമായി ഡാൻസ് കളിക്കുമ്പോൾ അതൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജനിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിലെ സത്യസന്ധതയും നിഷ്കളങ്കതയും കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ കൂടി ജനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ PI പീറ്റർ പാടംകുഴി, BJP ദേശീയ സമിതി അംഗം PM വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ ജീവിതത്തിലെ ഫലിതങ്ങളെ കൂട്ടിയിണക്കി ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗമില്ലല്ലോ, ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയ അല്ലേ. ഞങ്ങളൊക്കെ വളർന്നു വന്ന് ഈ പൊതുയോഗങ്ങളിൽ പോയി പ്രസംഗിക്കുക, ജനങ്ങളോട് കാര്യങ്ങൾ സമ്പാദിക്കുക. കുറച്ച് പേരൊക്കെ അത് കേൾക്കും, കുറേ പേര് കൈയടിക്കും, കുറേ പേര് ഈ പ്രസംഗത്തിൽ കൂടി ഇങ്ങനെ പോരും. നമ്മൾ ചിലപ്പോൾ അവിടെ കൊണ്ട് ആഴക്കടലിൽ താഴ്ത്തിയിട്ട് നമ്മൾ പോകും. ഇപ്പോൾ പ്രസംഗമില്ല. അച്ഛൻ്റെ ഈ ഏത് പരിപാടിക്കും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ആരും കണ്ടെത്താത്തൊരു പരിപാടിയാണ് കഴിഞ്ഞാണ് അച്ഛൻ ഇതേ ഹാളിൽ സംഘടിപ്പിച്ചത്. നമ്മുടെ നഗരങ്ങളും പ്രദേശങ്ങളും ശുചീകരണ തൊഴിലാളികളെ ആരും കാണാറില്ല. എനിക്കത് പറയുമ്പോൾ വല്ലാത്തൊരു ശരീര ക്ലിമ്പൽ തോന്നാം. അച്ഛനത് കണ്ടെത്തി അവരെല്ലാവരെയും ഇവിടെ വിളിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ നേതാക്കന്മാരുണ്ടായില്ലേ, മുഴുവൻ ലീഡേഴ്സും ഉണ്ടായി. അതൊരു പുതിയ അനുഭവമായിട്ട് എനിക്ക് മാറി എന്ന് മാത്രമല്ല, ഞാൻ പല ജില്ലകളിലും പോയപ്പോൾ അച്ഛൻ ചെയ്തു വെച്ച ഈ കാര്യം ഞാൻ ആ ജില്ലകളിൽ പറഞ്ഞു. സ്നേഹാലയ ചെയർമാൻ ഡീക്കൻ ടോണി മേദല മത്സരാർത്ഥികൾക്കുള്ള ഫലപ്രഖ്യാപനം നടത്തി. കവിതാ ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്കും പങ്കെടുത്തവർക്കും മൊമെന്റോയും മെഡലും നൽകി. കവിതാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുമാരി നക്ഷത്ര ഷിജു, 2ാം സ്ഥാനം നേടിയ അജിത സത്യൻ, 3ാം സ്ഥാനം നേടിയ ദിവ്യ M സോന, ഗാനാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മിയ അന്നാപ്പോൾ, 2ാം സ്ഥാനം നേടിയ പവിത്ര കൃഷ്ണ, 3ാം സ്ഥാനം നേടിയ രാജശ്രീ പന്തപ്പള്ളി, ഗ്രേസി കിഴക്കമ്പലം എന്നിവർക്ക് മൊമെന്റോയും മെഡലും നൽകി.
ഡോക്ടർ മിനി എൽദോസ്, ജിമോൾ സുവി, ഉമാദേവി ടീച്ചർ, ശോഭന PM, ജോളി കണ്ണമ്മാലി, ഗോപാൽ മയൂരം, ഗ്രേസി കിഴക്കമ്പലം, പ്രകാശ് കല്ലമ്പലം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ ഇത്രയും ആളുകൾ വന്ന് നല്ലൊരു നിറഞ്ഞ സ്റ്റേജോട് കൂടി നമുക്ക് നടത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നാരികളെ നഗ്നരാക്കുന്ന കാഴ്ച തന്നോരി, നാണം നിറയ്ക്കുന്ന ഭരണത്തിനെതിരെയോ അരുങ്കൊല അന്തസായി കരച്ചുതുള്ളം എന്നോട് മനമൊരു പൂമ്പാറ്റത്തളിരായി, വെളുത്ത മേഘശകലം പോലെ പറന്നുയരും നേരത്ത് തുടിച്ചു തുള്ളും എന്നോട് മനമൊരു പൂമ്പാറ്റത്തളിരായി. എന്ന സാഹചര്യം കൊണ്ട് കലാകഴിവുകൾ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിയാതെ പോയവരുമുണ്ട്. ഇന്ന് അവരിലുള്ള കലകളെ വികസിപ്പിച്ചെടുത്ത അതുല്യ കലാകാരന്മാരുടെ ഈ മീറ്റിംഗിൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പൗരൻ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഇനി ചിലവ് കുറഞ്ഞ യാത്ര. ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും 7 രൂപയ്ക്ക് 70 കിലോമീറ്റർ യാത്ര. റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും. വില 55,000 രൂപ മുതൽ. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. വായ്പാ സൗകര്യം ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ഫോൺ 9030387983 9778228535. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൗൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാകും. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.